ഹലോ ഗൈസ്, ഇത് നോക്കിയുടെ 105. ഇതൊരു കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. കംപ്ലൈൻറ്റ് ചാർജിങ് കയറുന്നില്ല എന്ന്. ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജിങ് ടെമ്പറേച്ചർ ഹൈ എന്ന എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയത് കസ്റ്റമർ ആൾറെഡി ബാറ്ററി ബൾജ് വന്നിട്ട് കസ്റ്റമർ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഈ ഒറിജിനൽ ബാറ്ററി ഫോണിൽ നിന്ന് ഒറിജിനൽ ബാറ്ററി മാറ്റിയിട്ട സമയത്ത് ചാർജ് കയറുന്നുണ്ട്. അപ്പം ബാറ്ററിയുടെ ആണ് പ്രശ്നം മനസ്സിലായി. ബാറ്ററി ഓർഡർ കൊടുത്ത സമയത്ത് ആരുടെ കയ്യിലും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി ഒന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററിയിലെ BSI വാല്യൂ നോക്കിയ സമയത്ത് 7.5 കിലോ ഓംസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം ഓം റേഞ്ചിലുള്ള റെസിസ്റ്ററോ കാര്യങ്ങൾ നമുക്ക് മദർ ബോർഡിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ 50 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ 2 യൂസ് ചെയ്ത് അത് പാരലായി ഘടിപ്പിച്ച് അത് 7.5 കിലോ ഓംസ് ആക്കി മാറ്റി. അങ്ങനെ ആ റെസിസ്റ്റർ നമ്മൾ ബാറ്ററിയിൽ ഘടിപ്പിച്ചു, ബാറ്ററി സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ബാറ്ററി ഇട്ട സമയത്ത് ചാർജിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടു. ഇതിപ്പോൾ വരുന്ന പുതിയ തരം കീബോർഡിലുള്ള ഹാൻഡ്സെറ്റുകൾ ഐറ്റൽ, നോക്കിയ അങ്ങനെ പല ഹാൻഡ്സെറ്റിൽ ഈ പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഒരു ടെക്നോളജിയാണ്. ഫോണിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫോണിനെ ബൈപ്പാസ് ചെയ്ത് ചാർജിങ്ങിലേക്ക് മാറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശദമായിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ.